Hi guys. Hi guys. Welcome back to another vlog. അപ്പോൾ ഒരു ചെറിയ വ്ളോഗാണ്. ആക്ച്വലി വി കെയിം ഫോർ എ ഡേറ്റ്, ഒരു സൺസെറ്റ് Sunset. ഡേറ്റ്. അപ്പോൾ ഒരു സൺസെറ്റ് ഡേറ്റിന് വന്നേക്കാണ്. ബാംഗ്ലൂർ ഒരു പ്ലേസ് ഉണ്ട്, സാങ്കി ടാങ്ക് എന്നാണ് പറയുന്നത്. ഇറ്റ്സ് ഇൻ മല്ലേശ്വരം. ഒരു ചിൽ പ്ലേസ് ആണ്, എല്ലാവരും നടക്കാനൊക്കെ വരുന്നൊരു സ്ഥലമാണ്. ചെറിയൊരു സ്ഥലം, കുറച്ചധികം സ്ഥലം. പക്ഷെ അധികം സ്ഥലമുണ്ട്, ബട്ട് ലൈക്ക് ഇറ്റ്സ് എ നൈസ് പ്ലേസ്. അപ്പോൾ നമ്മളിന്നൊരു സൺസെറ്റ് ഡേറ്റിന് വന്നേക്കാണ്. അപ്പോൾ കാണാം. ഞങ്ങളിവിടെ ആയിരുന്നതിന് മുമ്പ് ഇവിടെ അടുത്താണ് മല്ലേശ്വരം ഒക്കെ ഒന്ന് കറങ്ങാൻ വേണ്ടി, ഇന്നൊരു സൺഡേ ആണ് ആക്ച്വലി. അപ്പോൾ ഇവിടെ ഒന്ന് കറങ്ങാൻ വേണ്ടിയൊക്കെ നോക്കി, ഷോപ്പിങ്ങോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ. പക്ഷെ അവിടുത്തെ ക്രൗഡ്, അവിടുത്തെ തിരക്ക് എനിക്ക് അങ്ങോട്ട് നടക്കാൻ പോലും പറ്റുന്നുണ്ടായിരുന്നില്ല. അപ്പൊ അതിന്റെ ചെറിയ ചെറിയ വിഷ്വൽസ് ഉണ്ട്, നിങ്ങൾ അത് കണ്ടിട്ട് അപ്പോഴേക്കും ഞങ്ങൾ ഇവിടെ എവിടെയെങ്കിലും ഇരിക്കാനുള്ള ഒരു സ്ഥലം കണ്ടുപിടിച്ചിട്ട് വരാം. നമ്മള് ഇതൊരു ഗോ ടു പ്ലേസ് ആണ് നമ്മുടെ. പിന്നെ നമ്മള് ഉണ്ടായിരുന്ന സമയത്ത് എപ്പോഴും ഈ ഒരു ഏരിയയിലേക്കായിരുന്നു ആദ്യം സ്റ്റേ ചെയ്തത്. അപ്പോൾ എപ്പോഴും വരെ എളുപ്പമായിരുന്നു. 10 minutes ഡ്രൈവ് പോലും തികച്ചില്ല. പക്ഷെ ഇപ്പോൾ ഇരിക്കുന്നിടത്തുനിന്ന് ഒരു 20-25 അല്ലേ, അത്രയും സമയം എടുക്കും. ബട്ട് ഇറ്റ്സ് എ ബ്യൂട്ടിഫുൾ പ്ലേസ്. പിന്നെ നമുക്ക് വളരെ മെമ്മറീസ് ഉള്ളൊരു സ്ഥലമാണ്. ഒരുപാട് ഡേറ്റ്സും നമ്മൾ പലപ്പോഴായിട്ട് വന്നിട്ടുള്ളൊരു സ്ഥലമാണ്. ഫസ്റ്റ് സൺസെറ്റ് ടുഗെദർ ഇവിടെ നിന്നായിരുന്നു. അതെ. സോ അപ്പം വീണ്ടും ഒന്ന് വരാമെന്ന് വിചാരിച്ചു, നിങ്ങളെയൊക്കെ കാണിക്കാമെന്ന് വിചാരിച്ചു. കണ്ടിട്ട് ബാംഗ്ലൂരിലുള്ള എല്ലാവരും, ഒട്ടുമിക്ക ആൾക്കാരും ഇവിടെ എന്തായാലും വന്നിട്ടുണ്ടാവും. കാരണം തൊട്ടപ്പുറത്ത് മല്ലേശ്വരം ഉണ്ട്, അവിടെ ഷോപ്പിംഗ് ഉണ്ട്. മന്ത്രി മാൾ, എസ്പെഷ്യലി ലേഡീസിന് ഭയങ്കര യൂസ്ഫുൾ ആയിരിക്കും. ലോട്ട്സ് ഓഫ് പ്ലേസസ് അവിടെ ഷോപ്പിങ്ങിനാണെങ്കിൽ. അതുപോലെ ജെൻസിനും നല്ലത്. ഇപ്പൊ നിനക്ക് നന്നാ നല്ലതല്ലേ, കാരണം എനിക്ക് വേണ്ടി വാങ്ങിച്ചു തരാൻ പറ്റും. അത്ര നല്ലതാണ്, എപ്പോഴും അത്ര നല്ലതാണ്. ബട്ട് വൺസ് ഇൻ എ വൈൽ. സംഗമേഷ്, എന്താണ് ഈ ബ്യൂട്ടിഫുൾ വ്യൂവിനെ കുറിച്ച് പറയാനുള്ളത്? ഭയങ്കര കാമായിട്ടുള്ള സ്ഥലമാണ്. ബട്ട് ഇന്ന് സൺഡേ ആയതുകൊണ്ട് നല്ല തിരക്കുണ്ട്. പിന്നെ തൃശ്ശൂർ പൂരത്തിനുള്ള ആൾക്കാരുണ്ട്, എന്നിട്ടാണ് നീ കാമായിട്ടുള്ള സ്ഥലം എന്ന് പറയുന്നത്? ഇല്ലല്ല, നോർമലി വർക്കിംഗ് ഡേയ്സിലൊക്കെ വരികയാണെങ്കിൽ ഇവിടുത്തെ ഈവനിങ് അടിപൊളിയാണ്. പക്ഷേ ഇന്ന് നല്ല തിരക്കുണ്ട്. എക്സ്പെക്റ്റഡ് ആയിരുന്നു, കാരണം സൺഡേ ആണല്ലോ. അപ്പോൾ എന്തായാലും തിരക്കുണ്ടാവും, എക്സ്പെക്റ്റഡ് ആയിരുന്നു. പിന്നെ രസമല്ല, ഇങ്ങനെ കാറ്റായിക്കൊണ്ടിരിക്കുകയല്ലോ. ആകെ ഒരു 2 ദിവസമല്ലേ ഫ്രീ ആയിട്ട് കിട്ടുക. ആ ദിവസങ്ങളിങ്ങനെ നൈസ്. പിന്നെ അത്യാവശ്യം കാർഡിയോ ഒക്കെ ചെയ്യുന്നവർക്ക് നല്ല സ്പേസാണ്. കാരണം നമ്മൾ വന്നപ്പോൾ തന്നെ ആയിട്ടില്ല, ഒരുപാട് പേര് ഓടാനും നടക്കാനൊക്കെ വരുന്നുണ്ട്. എനിക്കിഷ്ടമാണ്. നിനക്കിഷ്ടമല്ലേ? ഒരുപാട്. ഓക്കെ ഗൈസ്, അരയന്നം. ഇതെന്താ അതിന്റെ പിന്നാലെ ഇങ്ങനെ പോണ? എന്താ ഇവർ രണ്ടാളും ഇങ്ങനെ? നിങ്ങൾ തമ്മിൽ ലൈനാണോ? ഇവരുടെ പിന്നാലെ മറ്റോ കണ്ടോ? അത് രസമുണ്ടല്ലോ പോണാണ്. നന്ദു നീന്തണ പോലെ ഉണ്ട്. ഞാൻ വളരെ വൈകാണ്ട് നമ്മുടെ യൂട്യൂബിൽ ഒരു നീന്തൽ വീഡിയോ ഇടുന്നതായിരിക്കും. ഞാൻ ശ്വേതയുടെ നീന്തുന്നത്. അപ്പൊ നിങ്ങൾ കണ്ടിട്ട് പറയണം, ഞാനാണോ ശ്വേതയാണോ ഇതിനൊക്കെ പോണെന്നുള്ളത് കേട്ടോ. ഏകദേശം നമ്മുടെ സിനിമയില് സലീം കുമാർ പോലെ ഞാൻ അങ്ങനെ പോകാറൊന്നുമില്ല. ഞാൻ വരേക്ക് ഉടനെ വീഡിയോ വരുന്നതായിരിക്കും. അവന് മനസ്സിലാവും നേരത്തെ വഴി തെറ്റിപ്പോയിന്ന്. സുഹൃത്തെ, വഴി തെറ്റാതെ പോവൂ. അവരപ്പുറത്തോടെ പോയിക്കണേ. അതിക്കൂടെ പൊക്കോ. അവിടെ കണ്ടോ? ഞാൻ കാരണം മറ്റേ നമ്മള് പണ്ടൊക്കെ പഠിക്കുമ്പോ മിട്ടുമല്ലിന് വഴി കാണിച്ചു കൊടുക്കാന്ന് പറയില്ല, അതുപോലെ ഞാൻ അരയന്നത്തിന് വഴി കാണിച്ചു കൊടുത്തു. ഞാൻ ഇല്ലായിരുന്നെങ്കിലും കില്ലാടി സ്കില്ലൊക്കെ കാണിച്ചാ ഞാൻ കാരണം എന്താ കറക്റ്റ് വഴി കാണിച്ചു പോയി. അപ്പൊ അത് കാരണം നന്മയുള്ള ലോകവേ. നമ്മള് സൺസെറ്റ് ആണല്ലോ, നമ്മള് സൺസെറ്റ് അല്ലേ കാണുന്നത്. പക്ഷെ എന്താ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാല് സണ്ണ് നമ്മള് കാണാൻ പറ്റുന്നില്ല. സണ്ണില്ല. പക്ഷേ ഇടയ്ക്കൊരു ചളി അടിച്ചാൽ നിങ്ങൾ മൈൻഡ് ചെയ്യണ്ട, സണ്ണില്ല.
ഫുൾ ക്ലൗഡിയാണ്. അപ്പോൾ സണ്ണില്ലാത്ത സ്ഥിതിക്ക് ഡോക്ടർ എങ്ങാനും വരുമോ? ഞാൻ ഇങ്ങനെ എടുത്തങ്ങോട്ട് ചാടും. യെസ്, അതൊരു നല്ല കോണ്ടന്റ് ആണ്. ചാടു പ്ലീസ്. നീന്തറിയോ? ഗൈസ് അതാണ് അവസ്ഥ. എന്ത് സൺസെറ്റ് കാണാൻ വന്നു. എൻ്റെ അവസ്ഥ നിങ്ങളൊന്നും അറിയില്ല. ലിറ്ററലി എനിക്ക് ഇഷ്ടമുള്ളൊരു സ്ഥലത്ത് സൺസെറ്റ് കാണാൻ വന്നു. പക്ഷെ സൺസെറ്റും കാണാൻ വേണ്ടി ഇവളുടെ ചളിയുടെയും ചെയ്യണം. കഷ്ടമാടൂ. ഇത്ര നല്ലൊരു കോമഡി പീസിന് ലൈഫിൽ കിട്ടിയല്ലോ. ഈ മെന്റൽ പീസിന് ആലോചിച്ചാ പോരാ അവരൊക്കെ. ഒരു ഫണി ലൈഫ്. അപ്പൊ ഞാൻ ചാടണം, നിന്നെ തള്ളിയിട്ടാ പോരെ? ധൈര്യം നീച്ചിടൂ. ഇനി ഇന്ത്യ വരും. വേണ്ട. ഇതൊരു വലിയൊരു ഏരിയ ആണ് ഇവിടെ. ഭയങ്കര വലിയൊരു ഏരിയ. അതായത് എത്ര ഏക്കർ ഉണ്ടാവും അറിയില്ല. അല്ലേ, എത്ര ഏക്കർ ഉണ്ടാവും അറിയില്ല. ഇത് അതാ പറയാം, ഇത് മാൻമെയ്ഡ് ആണോ, ഇത് ഓൾറെഡി ഇവിടെ ഇങ്ങനെ ഒരു സാധനം ഉണ്ടായിരുന്നാണോ, ഒന്നും ഇതിന്റെ ഹിസ്റ്ററി പറ്റിയൊന്നും അറിയില്ല. ഞാനിപ്പോ ഇങ്ങനെ 3x ഇട്ടിട്ടാ കാണിക്കണം. അത്ര അറ്റത്താണ് അവിടെ ആൾക്കാർ നിൽക്കുന്നുണ്ടോ. ഇവിടെ നിന്ന് ഇങ്ങനെ നടന്നാണ് ആൾക്കാര് ഈ ഒരു ഏരിയയിൽ നിന്ന് ഇങ്ങനെ നടന്ന് ഞങ്ങള് നിൽക്കുന്നിടത്തേക്ക് എത്തിയാണ്. എന്നിട്ട് ഇനിയും ഉണ്ട് ഏകദേശം അത്ര തന്നെ അങ്ങോട്ട്. കുറേ ദൂരമുണ്ട്. അപ്പൊ ഒരു രസമാണ്. അപ്പൊ നിങ്ങള് ഈ സാങ്കിട്ടാങ്കിയുടെ ഏരിയയിലൊക്കെ ഉള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ അല്ലെങ്കിലും വരാം. മെട്രോ വഴി വരികയാണെങ്കിൽ നിയറസ്റ്റ് മെട്രോ എന്ന് പറയുന്നത് മല്ലേശ്വരം മന്ത്രിമാളുണ്ട്. നടന്നു വരാൻ ദൂരമേ ഉള്ളൂ. ലൈക്ക് ഓട്ടോ നടന്ന് എങ്ങനെയാണെന്ന് വെച്ചാൽ വരാം. ബട്ട് ലൈക്ക് ഇറ്റ്സ് നൈസ് പ്ലേസ്. നിങ്ങൾ വന്ന് നോക്കുക, അഭിപ്രായങ്ങൾ പറയാം. പിന്നെ ഇത് അടിപൊളി പ്ലേസ് ആണ് ഗൈസ്. കാരണം അല്ല നിങ്ങൾ ഈ ഏരിയയുടെ ഒക്കെ അടുത്തടുത്തുള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നടക്കാനും ഓടാനും ഒരു കാർഡിയോ നല്ലൊരു സോഷ്യൽ ഗ്യാദറിങ്ങിനൊക്കെ പറ്റിയൊരു സ്പേസ് ആണ്. തീർച്ചയായും നല്ല സ്പേസ് ആണ്. കുട്ടികൾക്കായിട്ട് ഇവിടെ ഒരു പാർക്ക് ഉണ്ട്, ചെറിയൊരു പാർക്ക് ഉണ്ട്. പിന്നെ എനിക്കൊന്ന് നൈറ്റ് 7:30 ആകുമ്പോൾ അവർ ക്ലോസ് ചെയ്തു അല്ലേ? 7:30 ലാസ്റ്റ് വന്നപ്പോൾ 7:30 ആണ് അവർ പറഞ്ഞത്. അപ്പോൾ ഒരു പീസ്ഫുൾ ആയിട്ടൊക്കെ ഇരിക്കാൻ പറ്റുന്ന ഒരു സ്ഥലമാണ്. നല്ല സ്ഥലമാണ്. പിന്നെ അതായത് സിറ്റിയുടെ നടുക്ക് ഇത്ര നല്ലൊരു സ്ഥലം എന്ന് പറയുന്നത് ഓൾവേസ് എ ഗുഡ് തിങ്. പിന്നെ മെട്രോ അടുത്താണ്, ഫീസിബിലിറ്റി ഉണ്ട്. അതുകൊണ്ട് തന്നെ എന്താ, കാരണം ഇവിടെ വരുമ്പോ അതാ ഒരു രസം കാണാൻ. കാരണം എല്ലാ ഏജിലുള്ള ആൾക്കാരെ കാണാം. എന്ന് പറഞ്ഞാൽ കുറച്ച് പ്രായമായവരെ, കുഞ്ഞുകുട്ടികളാണ്. അതെ, എല്ലാ ടൈപ്പും. ഒരു ഈ പറയുന്ന ഹെക്ടിക് ലൈഫിൽ നിന്നൊക്കെ ഒന്ന് മാറി നിൽക്കാൻ, ഒരു ബ്രേക്ക് എടുക്കാൻ, അല്ലെങ്കിൽ ഒരു വാക്ക്, അല്ലെങ്കിൽ ഒരു സൺസെറ്റ്. സിറ്റിക്ക് പുറത്താണെങ്കിൽ ഒരുപാട് സ്ഥലങ്ങളുണ്ട്. സിറ്റിക്കുള്ളിൽ നോക്കുകയാണെങ്കിൽ വൺ ഗുഡ് പ്ലേസ്. സോ വിസിറ്റ് ചെയ്യുക, അഭിപ്രായങ്ങൾ പറയുക. കറക്റ്റ്. അപ്പോൾ എങ്ങനെയുണ്ട്, നിങ്ങൾ വന്ന് എൻജോയ് ചെയ്തോ? സൺഡേ ഒഴിവാക്കാവുന്നതാണ്. കാരണം ബാക്കിയുള്ള സമയങ്ങളിലൊക്കെ വരാൻ പറ്റുന്ന ആൾക്കാരാണ് എന്നുണ്ടെങ്കിൽ സൺഡേ നിങ്ങൾക്ക് ഒഴിവാക്കാം. കാരണം ഭയങ്കര ക്രൗഡാണ്. അപ്പോൾ ഇപ്പം തന്നെ ഞാൻ വീഡിയോയിൽ കാണിക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. അതായത് ഭയങ്കര ആൾക്കാരാണ് മൊത്തത്തില്. പക്ഷെ അല്ലാത്ത സമയത്ത് വരാൻ പറ്റുന്നവരാണെങ്കിൽ നല്ലതായിരിക്കും. പിന്നെ ഈ പറഞ്ഞ പോലെ തന്നെ ഒരു ചില്ലിങ് എന്നൊക്കെ നല്ല രീതിയിൽ എല്ലാവർക്കും വരാവുന്നതാണ്. അപ്പോൾ എല്ലാവരും വരിക, എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ അറിയിക്കണം. ബാക്കി നമുക്ക് സണ്ണ് വരുമോ നോക്കിയിട്ട് ബാക്കിയാവാം. നല്ല ക്ലൗഡാണ്, പക്ഷെ തെറ്റി നോക്കാം. ചെറിയൊരു പണി കിട്ടി. സൺസെറ്റ് കാണാൻ വന്നതാണ്, പക്ഷെ സണ്ണില്ല. ഉണ്ടായിരുന്നു, ഇടയ്ക്ക് വെച്ച് കുറച്ച് ക്ലൗഡി ആയി. പക്ഷെ നമ്മൾ വിചാരിച്ച് പോകുന്നു, പക്ഷെ ഒരു രക്ഷയില്ല. അപ്പോൾ അടുത്തോട്ടം പിടിക്കാം. അതുകൊണ്ട് നമ്മള് നേരെ ഇനി എവിടേക്ക് പോവാം? എന്തായാലും മല്ലേശ്വരം വരെ വന്നില്ല. അപ്പോൾ മന്ത്രിമാളിലൂടെ ഒന്ന് കയറിയിട്ട് വീട് പിടിക്കാം. മന്ത്രിമാള് പോയിട്ട് വരാം. Shadows creep, whispers of the city, secrets they keep. Underneath the street lamp, steady burn. Life's a game of dice, wait in your turn. City lights shine, but they never show the truths we hide, the things we don't know. Concrete jungle beats in the air.
അപ്പൊ ഇത്രയൊക്കെ തന്നെ ഉള്ളൂ. അവസാനം ഞങ്ങള് ഇതാ പറഞ്ഞ പോലെ തന്നെ ശ്രീരാജ് ലസ്സി ബാറിന്റെ ഭാവം ലൈം ജ്യൂസ് വിത്ത് സോൾട്ട്. ഞാനൊരു ചെറിയ മാംഗോ ഫലൂദ. ഇതൊരു പെയ്ഡ് പ്രൊമോഷൻ ഒന്നുമല്ല. എപ്പോഴെങ്കിലും മലേഷ്യയിൽ വരികയാണെങ്കിൽ ട്രൈ ദിസ് പ്ലേസ്, ശ്രീരാജ് ലസ്സി ബാർ. വേറെ പലയിടത്തും അവർക്ക് ഔട്ട്ലെറ്റ് ഉണ്ട്. അവരുടെ മാംഗോ ഫലൂദ അടിപൊളിയാണ്, അതുപോലെ തന്നെ അവരുടെ മാംഗോ ലസ്സി അടിപൊളിയാണ്. ഓക്കെ, അപ്പൊ ഒരു ചെറിയ അവരുടെ അവക്കാഡോ ഷേക്കും നല്ലത് അടിപൊളിയാണ്. പക്ഷെ മാംഗോ ആണ് ഏറ്റവും നൈസ്. അപ്പൊ അത്രേ ഉള്ളൂ. ഇതൊരു ചെറിയൊരു ഔട്ടിംഗ് വ്ലോഗ് ആയിരുന്നു. ലൈക്ക് ഒരു സൺഡേ, ഒരു ഹാഫ് സൺഡേ എങ്ങനെയായിരുന്നു എന്നുള്ളതായിരുന്നു. എന്തായാലും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം. ബൈ.